87ന്റെ നിറവിലും ബൈബിൾ കവിതകളുടെ തോഴനാണ് കുട്ടനാട്ടുകാരനായ ജോയി കളത്തിലാൻ. കർഷകനായ ജോയി കളത്തിലാനിലെ കവിതയെ തട്ടിയുണർത്തിയത് ബൈബിളായിരുന്നു. മെനഞ്ഞെടുത്തു മണ്ണിനെ മെനഞ്ഞെടുത്തു തൻ്റെ ഇഷ്ടരൂപമാക്കി മാറ്റിനാൻ, കൊടുത്തു തൻ്റെ സ്വന്തമായ ഛായയും സദൃശവും, കൊടുത്തു തൻ്റെ സ്വന്തം ശ്വാസമൂതി നൽകിയ ജീവനും കൊടുത്തു സ്വന്തമാക്കി. ജോയ് കളത്തിലാൻ എന്ന കർഷകന്റെ ജീവിതം എല്ലാം കാവ്യമയമാണ്. സുവിശേഷത്തിലെ വചനങ്ങൾ ജോയ് കളത്തിലാൻ എന്ന കർഷകനിലെ കാവ്യങ്ങളായിരുന്നു. ബൈബിൾ പ്രതിപാദ്യ വിഷയമാക്കിയുള്ള മഹാകാവ്യങ്ങളാണ് ജോയ് കളത്തിലാനിലൂടെ മലയാളത്തിന് ലഭിച്ചത്. മത്തായി, മാർക്കോസ്, ലൂക്ക, യോഹന്നാൻ എന്നിവരുടെ സുവിശേഷങ്ങളാണ് അദ്ദേഹത്തിന്റെ ലക്ഷണമൊത്ത മഹാകാവ്യത്തിന് അടിസ്ഥാനമായി മാറിയത്. ശ്രീയേശുഘോഷം, വേദഘോഷമാല തുടങ്ങിയ കൃതികളാണ് ജോയ് കളത്തിലാൻ രചിച്ചത്. നദോനദ, മഞ്ജരി, കാകളി തുടങ്ങിയ ഭാഷാവൃത്തങ്ങളിലും സംസ്കൃതികളിലുമായാണ് രചന. യോഹന്നാന്റെ ജനനം മുതൽ യേശുവിന്റെ സ്വർഗാരോഹണം വരെയുള്ള സംഭവങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വേദഘോഷമാലയിൽ സൃഷ്ടി, ജലപ്രളയം, അബ്രഹാമിന്റെ ജീവിതം തുടങ്ങിയവയാണ് ഇതിവൃത്തമാക്കിയിരിക്കുന്നത്. 50 വർഷം വേദപാഠ അധ്യാപകനായി പ്രവർത്തിച്ച ജോയ് കളത്തിലാനിന് ബൈബിൾ വാക്യങ്ങൾ ഹൃദ്യസ്ഥമാണ്. എല്ലാ സുവിശേഷകന്മാരും എല്ലാം എഴുതിയിട്ടില്ല, പല വിധത്തിലൂടെയാണ് അവർ എഴുതിയിരിക്കുന്നത്. ലൂക്കാ സുവിശേഷകൻ ഏതായിരുന്നാലും ശ്രാവക യോഹന്നാന്റെ ജനനമൊന്നും മറ്റുള്ളവർ വിശദീകരിച്ചില്ല. ഇതാ ഈ ശ്രീയേശുഘോഷം എന്നുള്ള ആദ്യത്തെ പുസ്തകം 2013 പ്രസിദ്ധീകരണം ചെയ്തു. കൃഷിയിലൂടെ സാഹിത്യത്തിന്റെ ഉന്നതികളിലേക്ക് കയറിയ ജോയ് കളത്തിലാൻ നിരവധി പുസ്തകങ്ങളും രചിച്ചിട്ടുണ്ട്. ഇവയ്ക്ക് എണ്ണമറ്റ അംഗീകാരങ്ങളും ലഭിച്ചു. 87ന്റെ നിറവിലും ബൈബിൾ കാവ്യങ്ങളോടുള്ള താല്പര്യം അദ്ദേഹത്തിൽ ഏറിവരികയാണ്. ഷെക്കേന ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ.